ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ബി.ജെ.പി നേതാവ് ശ്രീ ടി.പി. ജയചന്ദ്രൻ എന്നിവർക്കൊപ്പം ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് പി.എ. പ്രജിയും. CPM ഈ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് അറിയിച്ചു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന നിഗമനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് പറയുന്നതിന് മുമ്പ് ശ്രീമതി നിഷ, CPM അടിമുടി പ്രതിരോധത്തിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. CPMന്റെ ഔദ്യോഗികമായ പ്രതിനിധികളാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന്. CPM എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോഴൊക്കെയാണ് ഈ നിരീക്ഷകർ ആരെങ്കിലും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, സഹയാത്രികരും നിരീക്ഷകരും ഒക്കെ വരുന്നത് CPM അടിമുടി പ്രതിരോധത്തിലായി പാർട്ടിക്ക് പ്രതിരോധിക്കുവാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിലാണ്. അതവിടെ നിൽക്കട്ടെ. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് ഞാൻ വരാം. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത് ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി BJPയിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ട് നടത്തിയ ഏതോ ഒരു ശ്രമമാണ് എന്ന് ലഘൂകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ തന്നെ പറയാം. ഇ.പി. ജയരാജൻ ആരാണ്? LDF എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ കൺവീനറാണ്. അദ്ദേഹത്തിന്റെ 3 പ്രസ്താവനകൾ ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന വരുന്നത് 6/3/2024 തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ CPMഉം BJPയും തമ്മിലാണ് മത്സരം. BJP ആണ് പല സ്ഥലങ്ങളിലും രണ്ടാം പാർട്ടി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നിഷ? കേരളത്തിൽ CPMഉം BJPയും തമ്മിലാണോ മത്സരിക്കുന്നത്? കേരളത്തിലെ യാതൊരു രാഷ്ട്രീയ ബോധ്യവും ഇല്ലാത്ത ഒരാളോട് ചോദിച്ചാൽ പോലും പറയും കേരളത്തിൽ CPMഉം കോൺഗ്രസും LDFഉം UDFഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന്. അപ്പോൾ സ്പേസ് ഇല്ലാത്ത BJPയെ സ്പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ശ്രമം. ഇനി ഈ വിഷയങ്ങൾ വരുന്നു. ഈ വിഷയങ്ങൾ വരുമ്പോൾ 24/4/2024 അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ച KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതിന്റെ പേരിലാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് 26/4/2024 ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിന്റെ വെർബാറ്റം ഒന്ന് വായിക്കാം. വെർബാറ്റം ഇങ്ങനെയാണ്: എൻ്റെ മകന്റെ ഫ്ലാറ്റ് തിരുവനന്തപുരത്താണ്, ഞാൻ അവിടെ പോകാറില്ല. പ്രത്യേകം നോട്ട് ചെയ്യണം, ഞാൻ അവിടെ പോകാറില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 പേർ കയറി വരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ജാവ്ദേക്കർ അല്ലേ. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സന്തോഷത്തോടെ നമസ്കാരം പറഞ്ഞു. എന്താ വന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇതിൽ കൂടി പോവുകയായിരുന്നു, അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം, എൻ്റെ വാചകമല്ല, വേണമെങ്കിൽ ഇതിന്റെ വീഡിയോയും ഞാൻ കാണിക്കാം. അതായത് ശ്രീ ഇ.പി. ജയരാജന്റെ വീടിന്റെ പടിക്കൽ കൂടെ ജാവ്ദേക്കർ പോവുകയാണെങ്കിൽ പോലും കയറുന്നത് അസ്വാഭാവികമാണ്. എങ്കിൽ പോലും ഒരു വാദത്തിന് വേണ്ടി പറയാം, ഇതാണല്ലോ ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന മുന്നണി കൺവീനറിന്റെ വീട്, ഒന്ന് കയറി സന്ദർശിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന യുക്തിയാണോ ഇത്? ഇ.പി. ജയരാജൻ തന്നെ പറയുന്നു, ഞാൻ സ്ഥിരമായി പോകുന്ന സ്ഥലമല്ല, ഞാൻ അവിടെ പോകുന്ന പതിവേ ഇല്ല എന്നാണ് പറയുന്നത്. പോകുന്ന പതിവില്ലാത്ത ഇ.പി. ജയരാജൻ അന്ന് തിരുവനന്തപുരം നഗരഹൃദയത്തിലല്ല, ആക്കുളത്തെ ആ വീട്ടിലുണ്ട് എന്ന് എങ്ങനെയാണ് ജാവ്ദേക്കർ അറിയുന്നത്? ഒന്നാമത്തെ പോയിന്റ്. ഇനി അങ്ങനെ അവിടെ ഇ.പി. ജയരാജൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ BJPയുടെ കേരളത്തിന്റെ പ്രഭാരി നേരെ വീട്ടിൽ കയറുകയാണോ ശ്രീമതി നിഷ? ഇപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണം പറയാം, എൻ്റെ വ്യക്തിപരമായ ഉദാഹരണം പറയാം. പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ അനിൽ K. ആന്റണി, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്തിന്റെ ദീർഘകാലത്തെ സുഹൃത്താണ്. എൻ്റെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അയാൾ, ഞാൻ ഈ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണല്ലോ, ഒരിക്കൽ പോലും അയാൾ എൻ്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ പലതവണ പോയിട്ട് എൻ്റെ വീട്ടിൽ കയറി വോട്ട് ചോദിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ ഇതാണ് സാധാരണ കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന, അതിനെ ഞാനൊരു വലിയ ക്രെഡിബിലിറ്റിയായി ഒരു പൊങ്ങച്ചമായി തന്നെ ഈ ചർച്ചയിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലേക്ക് സ്ഥാനാർത്ഥിയായ എൻ്റെ ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായിരുന്ന അനിൽ K. ആന്റണി എൻ്റെ വീടിന്റെ പടിക്കൽ വോട്ട് ചോദിക്കാൻ പോലും കയറിയില്ല എന്നുള്ളതൊരു പൊങ്ങച്ചമായി തന്നെ ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള സാഹചര്യമുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ജാവ്ദേക്കറെ പോലൊരാൾക്ക് ഇ.പി. ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ ഒന്ന് കയറി ഇ.പി. ജയരാജനെ കാണാമെന്ന് തോന്നുന്നത്? അതപ്പോ അസ്വാഭാവികമല്ലേ ശ്രീമതി നിഷ? ഇനി രണ്ടാമത്തെ വിഷയം, ഇ.പി. ജയരാജൻ ഒറ്റപ്പെട്ട് BJPയിലേക്ക് പോകാനുള്ളൊരു ശ്രമമല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ്. അതിലെന്താ അസ്വാഭാവികം? ഞാനും ഈ ജാവ്ദേക്കറെ പലതവണ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ശ്രീമതി നിഷയ്ക്ക് അറിയുന്നത് പോലെ ജാവ്ദേക്കർ ദീർഘകാലമായിട്ട് കേന്ദ്രമന്ത്രിയല്ല, അദ്ദേഹം ഗവർണറല്ല, എന്തിനേറെ പറയുന്നു ഏതെങ്കിലും ഒരു ചെറിയ ബോർഡിന്റെങ്കിലും ചെയർമാൻ പോലുമല്ല ഈ ജാവ്ദേക്കർ. ആരാണ് ജാവ്ദേക്കർ? ജാവ്ദേക്കർ ഈ രാജ്യത്ത് ഓപ്പറേഷൻ കമലയുടെ ചുമതലയുള്ള പ്രഭാരി, 1. 2, BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി. കേരളത്തിൽ BJPയുടെ ചുമതലയുള്ള പ്രഭാരിക്ക് മുഖ്യമന്ത്രിയെ കാണേണ്ടുന്ന ഏത് സാഹചര്യമാണ് ശ്രീമതി നിഷ ഉള്ളത്? ഇനി അങ്ങനെ മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളത് ഒരു പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാവരും എപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം മാധ്യമ സംഘങ്ങളിലെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും സുരക്ഷ ഉപയോഗിക്കുന്ന ആളല്ലേ? എപ്പോഴെങ്കിലും നമ്മൾ പല കുറി കണ്ട, ഒരു തവണ കണ്ടത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു പോട്ടെ,
പല കുറി കണ്ടു എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ കൂടിക്കാഴ്ചകൾ പൊതുസമൂഹം അറിയാഞ്ഞത്? ഒരു കൗതുക വാർത്തയിൽ മെയിൻ ന്യൂസ് ആയിട്ട് വരാത്തത് പോകട്ടെ, മനോരമയുടെ ഏതെങ്കിലും ഒരു ഉൾപേജിലെ കൗതുക വാർത്തയിൽ പോലും ശ്രീ പിണറായി വിജയനും ശ്രീ പ്രകാശ് ജാവ്ദേക്കറും ഒരുമിച്ചുള്ള ഒരു ചിത്രം പോലും ഇല്ലല്ലോ. അപ്പൊ ഇവരുടെ ചർച്ചകൾ രഹസ്യമായിരുന്നു. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് രഹസ്യ ചർച്ചകൾ ആവശ്യമായി വരുന്നത്? ഒന്ന്, BJPക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണം. തൃശ്ശൂരാണ് ഡീൽ എന്ന് ഇതിന്റെ ദല്ലാളായിട്ടുള്ള ആൾ പറയുന്നു. അയാളുടെ ഒരു ക്രെഡിബിലിറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് വേണം. തിരിച്ച് CPM ഏതെല്ലാം വിഷയങ്ങളിൽ സഹായം വേണം? ഒന്ന്, ഇത് EP ജയരാജന്റെയും ശ്രീ പിണറായി വിജയന്റെയും ഏറ്റവും അടുത്ത അനുയായികൾ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളായ പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെട്ടിരിക്കുന്ന കരിമന്നൂർ കേസ് തലയ്ക്ക് മീതെയുള്ള വാളായി നിലകൊള്ളുകയല്ലേ? ശ്രീ പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലേ? സ്വർണ്ണക്കടത്ത് കേസ് തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലേ? ഈ 3 കേസിനകത്ത് എന്താ പറയുക, അവർക്ക് BJPയുടെ സഹായം വളരെ അനിവാര്യമാണ്. അവിടെയാണ് ഈ ചർച്ചകളുടെ എല്ലാം പ്രസക്തി ഉണ്ടാകുന്നത്. ഇനി ചോദിക്കട്ടെ, ശ്രീ NK പ്രേമചന്ദ്രൻ, താങ്കൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ലോക്സഭയിലെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലോക്സഭയിലെ വളരെ മുതിർന്നൊരു പാർലമെന്റേറിയൻ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ പബ്ലിക്കായി പല പാർലമെന്റേറിയന്മാരെയും ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു. അതിൽ പോകണമോ വേണ്ടായോ എന്നുള്ളത് വേറത്തെ വിഷയം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ചായ കുടിക്കാൻ പാർലമെന്റിന്റെ ക്യാനീനിൽ പോയ NK പ്രേമചന്ദ്രനെ സംഘിയാക്കിയ ഈ നാട്ടിലെ CPMന്റെ ആളുകൾ, ഇത് EP ജയരാജൻ വരെ അന്ന് NK പ്രേമചന്ദ്രനെ സംഖ്യയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോ ഒരു പബ്ലിക് ഡൊമൈനിൽ പാർലമെന്റ് ക്യാൻറ്റീനിൽ ചായ കുടിച്ച NK പ്രേമചന്ദ്രൻ സംഖ്യയാണ് എങ്കിൽ ഈ EP ജയരാജനെ കർസേവകൻ എന്നാണോ ഇനി തൊട്ട് നമ്മൾ വിളിക്കേണ്ടത്? ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഈ വിഷയത്തിൽ EP ജയരാജനെ തള്ളി പറയുന്നതോടുകൂടി പിണറായി വിജയന്റെ പങ്ക് അവസാനിക്കുന്നില്ല ശ്രീമതി നിഷ. ഒറ്റ കാര്യം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുക. EP ജയരാജൻ എല്ലാ കാലഘട്ടത്തിലും പിണറായി വിജയന്റെ പ്രതിരൂപമായി പ്രതിപുരുഷനായി ജീവിച്ചിട്ടുള്ള ഒരാളാണ്. EP ജയരാജനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പല്ലിയെ പിടിക്കാനായി പോകുമ്പോൾ അല്ലെങ്കിൽ പല്ലിക്ക് ഒരു അപകടം വരുമ്പോൾ അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി പല്ലി സ്വന്തം വാല് കടിച്ചു മുറിച്ച് പുറത്തു കളയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തമായി രക്ഷപ്പെടാം, വാല് പോകുന്ന നഷ്ടമാണെങ്കിൽ രക്ഷപ്പെടാം. അതേ രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാലായ EP ജയരാജനെ ഒന്ന് കടിച്ചു മുറിച്ച് കളഞ്ഞാൽ ആ വാലിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് അതാണ് പല്ലി എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ആരെങ്കിലും പിന്നാലെ പോകുമെന്നാണ് ശ്രീ പിണറായി വിജയന്റെ വിചാരമെങ്കിൽ കേരളീയ പൊതുസമൂഹം പല്ലിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടികളല്ല എന്ന് അദ്ദേഹത്തെ സ്നേഹത്തോട് ഉപദേശിക്കുകയാണ്.